ഓക്കെ, എല്ലാവർക്കും മാക്സിഡോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഹരികൃഷ്ണൻ എന്നാണ്. നമ്മൾ ഇതിനു മുമ്പും കണ്ടുമുട്ടിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആയിട്ടാണ്. എന്താണ്? ഓർഗാനിക് റിയാക്ഷൻസ് ആണ്. നമ്മൾ പേരെഴുതാൻ പഠിച്ച ആ തന്മാത്രകളുടെ ഓർഗാനിക് റിയാക്ഷൻ ആണ് SSLCയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ്. ഓണപരീക്ഷയ്ക്ക് വളരെ പ്രധാനിയാണ് ഇനി പറയാൻ പോകുന്ന ആള്. അപ്പൊ ചാപ്റ്ററിന്റെ പേരൊക്കെ ഓക്കെയാണ്, എല്ലാവർക്കും അറിയാം. നമ്മൾ ആദ്യം തന്നെ പോവാണ്. ഇതിൽ 5 കെമിക്കൽ റിയാക്ഷൻ ഉണ്ട്. 5 റിയാക്ഷനും എന്താണ്? ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന റിയാക്ഷന്റെ പേരാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇതിന് മലയാളത്തിൽ പറയുന്ന പേരാണ് ആദേശ രാസപ്രവർത്തനം. അപ്പൊ നമുക്കറിയാം സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾക്ക് പകരം ഒരാൾ വരുന്നതാണ് എന്ത്? സബ്സ്റ്റിറ്റ്യൂഷൻ. ഇപ്പൊ ലോകകപ്പ് കഴിഞ്ഞിട്ടുള്ളൂ, വാമോസ് അർജന്റീന. അപ്പോ ഇനി നമ്മള് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പകരം മറ്റൊരാൾ വരുന്നത്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ള റിയാക്ഷൻ നിങ്ങൾ താഴെ തന്നിട്ടുണ്ട്. അപ്പൊ നോക്കാം. ഞാൻ ആദ്യം CH4നെ കുറച്ച് വിജൃംഭിച്ച് എഴുതാൻ പോവാണേ. CH4, C ചുറ്റും 4 H. ഇനി Cl2നെ ഞാൻ Cl എന്ന് എഴുതി. തെറ്റുണ്ടേ പറയണം. ഓക്കെ, ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇതിലേതെങ്കിലും ഒരു H, ശ്രദ്ധിക്കണേ, ഇതിലേതെങ്കിലും ഒരു Hന് ക്ഷീണം വന്നു. അപ്പൊ നമ്മള് പകരം സബ്സ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിൽ ഒരാൾ ഇറക്കി. ഓക്കെ, ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ നോക്കിക്കോണം. നിങ്ങൾ പറയുന്ന ഒരു H, ഫോർ എക്സാമ്പിൾ ഞാൻ ഈ Hനെ എടുത്തു. ഈ H ക്ഷീണിച്ചു, നമ്മൾ ഇങ്ങോട്ട് വിട്ടു. പകരം സബ്സ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിൽ നിന്ന് ആരെ വിട്ടു? Clനെ വിട്ടു. അപ്പൊ ഇത് നമ്മുടെ ഗ്രൗണ്ട് ആണേ. അപ്പൊ ഒരു വട്ടം കൂടി പറയാം. ഇവിടെ എഴുതിയത് ഗ്രൗണ്ട് ആണ്. ഇവിടെ എഴുതിയത് എന്താണ്? സബ്സ്റ്റിറ്റ്യൂഷൻ ബെഞ്ചാണ്. അപ്പൊ ഗ്രൗണ്ട് നിന്ന് ഈ H ക്ഷീണിച്ചു, നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങോട്ട് വിട്ടു. പകരം Cl പോയി. അപ്പൊ നമുക്ക് കിട്ടുന്ന മോളിക്യൂൾ എന്തായിരിക്കും? C, മുകളിൽ H, താഴെ H. ഓക്കെ, ഇനി ഈ സൈഡിൽ ആര് വന്നു? Cl വന്നു. ഈ H ഇങ്ങോട്ട് പോയാൽ ഇവിടെ കൂടെ എന്തുണ്ട്? Cl ഉണ്ട്. അപ്പൊ എന്ത് കിട്ടി? HCl കിട്ടി. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഈ റിയാക്ഷന് പ്രത്യേകത ഉണ്ട്. ഈ റിയാക്ഷൻ എപ്പോഴാ അവസാനിക്കുക അറിയോ? ഈ പറയുന്ന എല്ലാ Hന് പകരവും Cl വന്നാൽ മാത്രമാണ് ഈ റിയാക്ഷൻ അവസാനിക്കുക. അപ്പൊ ഈ റിയാക്ഷൻ ഇവിടെ അവസാനിച്ചോ? ഇല്ല. ഈ പറയുന്ന ചെങ്ങായി പിന്നെയും ഒന്നും കൂടി റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പൊ ഇയാള് ഒന്നുകൂടി നമ്മൾ എഴുതുവാണേ. CH താഴെ Cl പ്ലസ് സബ്സ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് എപ്പോഴും സെയിം ആണ്. അതെന്താണ്? Cl. ഓക്കെ, അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഒരാള് ക്ഷീണിച്ചു പോയി. അപ്പൊ ഇയാൾ ക്ഷീണിച്ചു, ഇയാൾ ഇങ്ങോട്ട് വന്നു, പകരം Cl ഇങ്ങോട്ട് പോയി. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? എഴുതി നോക്കുക, കാണാൻ പഠിക്കരുത്. C, മുകളിൽ H, സൈഡിൽ H, സൈഡിൽ Cl, താഴെ ആര് വന്നു? Cl വന്നു. താഴെ Cl വന്നു. ഈ പറയുന്ന Hന് പകരം ആര് വന്നു? Cl വന്നു. അതാണ് ഇവിടെ എഴുതിയത്. എന്റെ അടുത്ത ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന Hല്ലേ, ഈ H ഇങ്ങോട്ട് വന്നു, ഇവിടെ ആരുണ്ട്? Cl. ഒരു രണ്ടാളും ചേർന്നാൽ എന്ത് കിട്ടി? HCl കിട്ടി. എന്ത് കിട്ടി? HCl. ഈ റിയാക്ഷൻ ഇവിടെ അവസാനിച്ചോ? ഇല്ല. പിന്നെയും എന്ത് ബാക്കിയുണ്ട്? H ബാക്കിയുണ്ട്. അപ്പൊ പുള്ളിക്കാരൻ ഒരു വട്ടം കൂടി റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ്. അപ്പൊ നമുക്ക് എഴുതി നോക്കാം. H, താഴെ Cl, സൈഡിൽ Cl, സൈഡിൽ H. സബ്സ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് കരുത്തര തന്നെയാണ്. Cl. നിങ്ങൾ പറ, ഈ പ്രാവശ്യം ഞാൻ ആരെ ക്ഷീണിപ്പിക്കാം? ഇയാളെ ക്ഷീണിച്ചു, ഇയാൾ ഇങ്ങോട്ട് പോയി, പകരം ഈ Cl ഇങ്ങോട്ട് പോയി. അപ്പൊ എന്താ കിട്ടുക? വരച്ചോക്കടാ. C, മുകളിൽ H, സൈഡിൽ Cl, താഴെ Cl. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഇവിടെ ആര് വന്നു? Cl വന്നു, കൂടെ HCl. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ റിയാക്ഷൻ അവസാനിച്ചു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം പിന്നെയും എന്ത് ബാക്കിയുണ്ട്? H ബാക്കിയുണ്ട്. പുള്ളിക്കാരനെ ഒരു വട്ടം കൂടി താഴേക്ക് എഴുതുക. അങ്ങനെയാണ് എന്ത് എഴുതണം? ഇതേപോലെ തന്നെ C, മുകളിൽ H, സൈഡിൽ Cl, താഴെ Cl പ്ലസ് ആരാടാ സബ്സ്റ്റിറ്റ്യൂഷൻ ബെഞ്ച്? കരുത്തുറ്റ സബ്സ്റ്റിറ്റ്യൂഷൻ ബെഞ്ച്
Cl. ഇപ്രാവശ്യം ആര് മാത്രമേ ഉള്ളൂ? ഈ എച്ച് ഇങ്ങോട്ട് വന്നു, ഈ Cl അങ്ങോട്ട് പോയി. അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും? മോളിൽ Cl വന്നു, അപ്പുറത്തും ഇപ്പുറത്തും ബാക്കിയുള്ള Cl വരച്ചു. എല്ലാ ഭാഗത്തും ആരായി? Cl ആയി. അങ്ങനെ എല്ലാ ഭാഗത്തും Cl ആയി. ഈ റിയാക്ഷൻ എന്തായി? അവസാനിച്ചു. ഇയാളെ പേര് പരീക്ഷയ്ക്ക് ചോദിക്കും. ഇതാരാ? കാർബൺ. ഇയാളാരാ? കാർബൺ. നമ്മൾ പഠിച്ചു ഒരേപോലെ 2 പേര് വന്നാൽ ഡൈ, ഒരേപോലെ 3 പേര് വന്നാൽ ട്രൈ, ഒരേപോലെ 4 പേര് വന്നാൽ എന്താണ്? ടെട്രാ. ആരാണ്? ക്ലോറിൻ. അപ്പൊ എന്താ? കാർബൺ ടെട്രാ ക്ലോറൈഡ്. എന്താ? കാർബൺ ടെട്രാ ക്ലോറൈഡ്. എന്താണ്? കാർബൺ ടെട്രാ ക്ലോറൈഡ്. ഓക്കെടാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു സൂത്രം ചെയ്യാം. സാറേ ഈ 4 സ്റ്റെപ്പ് എഴുതാനെ കൊണ്ട് പറ്റുന്നില്ല. അങ്ങനെയാണ് നമുക്ക് സൂത്രം ചെയ്യാം. നോക്കടാ, CH4 പകരം ഞാൻ അടുത്ത ഒരു റിയാക്ഷൻ എഴുതാണ്. CH3 പ്ലസ് Cl2 അങ്ങനെ ഒരു റിയാക്ഷൻ തരികയാണ്. CH3 ആരാ? മീഥൈൻ അല്ലാതെ ആരാ? ഈഥൈനാണ്. നമ്മളെല്ലാം പഠിച്ചിരിക്കുന്നതാണ് അല്ലേ? അപ്പൊ നമ്മൾ പഠിച്ചിരിക്കുന്നതാണ്. അങ്ങനെയാണ് ഞാൻ ട്രിക്ക് പറഞ്ഞുതരാം. എടാ ഇവിടെ എത്ര H ഉണ്ട്? 3 3 6 H ഉണ്ട്. ഓക്കെ, നേരത്തെ 4 H പകരം 4 Cl വന്നു. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റെപ്പില് 6 H പകരം എന്ത് വരണം? 6 Cl വരണം. അപ്പൊ ഞാനിതിനെ സിമ്പിൾ ആയിട്ട് എഴുതാൻ പോവാണ്. ഇവിടെ 2 കാർബൺ ഉണ്ട്, ഇവിടെ 2 കാർബൺ ഉണ്ട്. ഇപ്പൊ 2 കാർബൺ പകരം ഞാൻ C2, ഇവിടെ 3 3 6 പ്ലസ് Cl2 ഒന്നുമില്ല. ഇവിടെ എത്ര H ഉണ്ടോ അത്രയും H പകരം എന്ത് കൊടുക്കുക? Cl കൊടുക്കുക. അപ്പൊ C2 H 6 എണ്ണം ഉണ്ട്. ആ 6 എണ്ണം H പകരം എന്ത് കൊടുക്കുക? നമ്മള് എന്ത് കൊടുക്കുക? Cl കൊടുക്കുക. അപ്പൊ അതാ ഞാൻ Cl കൊടുത്തു. C2 Cl6. എല്ലാ സ്റ്റെപ്പിലും എന്തുണ്ടായിട്ടുണ്ട്? HCl ഉണ്ടായിട്ടുണ്ട്. അപ്പൊ കൂടെ എന്ത് കൊടുക്കുക? HCl. അപ്പോ ഇത്രയേ ഉള്ളൂ ട്രിക്ക്. എത്ര H ഉണ്ടോ അത്രയും H പകരം എന്ത് കൊടുക്കുക? Cl കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ യു ഹാവ് എ ഗെയിൻ. അങ്ങനെയാണ് നിങ്ങൾ ഇതിന് ശേഷം പ്രൊപ്പൈന് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ സംഭവിച്ചാൽ എന്ത് കിട്ടുമെന്ന് എഴുതി നോക്കുക. ഒന്നുമില്ല, പ്രൊപ്പൈനിൽ എത്ര H ഉണ്ടോ അത്ര എന്ത് കൊടുക്കുക? Cl കൊടുക്കുക. എല്ലാ സ്റ്റെപ്പിലും എന്തുണ്ടാവും? HCl ഉണ്ടാവും. രണ്ടാമത്തെ റിയാക്ഷന്റെ പേരാണ് അഡീഷൻ റിയാക്ഷൻ. മലയാളത്തിൽ എന്താ പറയുക? അഡീഷൻ റിയാക്ഷൻ എന്നാ പറയുക. ഒന്നുമില്ല, ഇവിടെ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇത്രയേ ഉള്ളൂ. ഡബിൾ ബോണ്ട് ശ്രദ്ധിക്കണേ. ഡബിൾ ബോണ്ട് കെമിക്കൽ റിയാക്ഷൻ വന്നാൽ സിംഗിൾ ബോണ്ട് ആവും. ട്രിപ്പിൾ ബോണ്ട് കെമിക്കൽ റിയാക്ഷൻ വന്നാൽ ഡബിൾ ബോണ്ട് ആവും. അത് പിന്നെ എന്താവും? സിംഗിൾ ബോണ്ട് ആവും. ഓക്കെ അല്ലേ? അങ്ങനെയാണ് ഞാൻ ഇവിടെ വരയ്ക്കാൻ ശ്രദ്ധിക്കണേ. CH2 എന്താ ഞാൻ എഴുതി? CH2 എങ്ങനെ എഴുതി? ആരാണ് ആഡ് ചെയ്യുന്നത്? H2 ആണ്. ഇപ്പൊ H2, അപ്പൊ നേരത്തെ Cl2 നമ്മൾ Cl എഴുതിയെങ്കിൽ ഇവിടെ H2 നമ്മളൊക്കെ H എന്ന് എഴുതാം. ഇവിടെ നമുക്കൊരു കാറ്റലിസ്റ്റ് വേണം. ആ കാറ്റലിസ്റ്റിനെ നീ ഇങ്ങനെ പഠിച്ചാൽ മതി. നീ പട്ടി എന്ന് പഠിച്ചാൽ മതി. തെറിയല്ലോ, കോഡാണ്. നീ പട്ടി എന്ന് പറഞ്ഞാൽ നിക്കൽ, പട്ടി എന്ന് പറഞ്ഞാൽ പ്ലാറ്റിനം. അപ്പൊ നീ പട്ടി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ കാറ്റലിസ്റ്റ്. പലേഡിയം കൂടി ഉണ്ട്. അപ്പൊ തൽക്കാലം ഇത് പഠിക്കുക. അപ്പൊ നീ പട്ടി, തെറി വിളിച്ചല്ല കേട്ടോ. അപ്പോ ഞാൻ ഇവിടെ കാറ്റലിസ്റ്റ് എഴുതി, നിക്കലും പ്ലാറ്റിനവും. ഓക്കെ, റെഡി. ഇനി ഇവിടെ സംഭവിക്കുന്ന ഇത്രയേ ഉള്ളൂ. അഡീഷൻ ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ഒരാൾക്ക് പകരം മറ്റേ ആൾ. ഇവിടെ എന്താണ്? എത്രയുണ്ടോ അത്രയും സാധനം ഇവിടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം, കൂട്ടണം. ഒന്നുമില്ല. ഈ ഒരു കാര്യം കൂടി ഉണ്ട്. ഡബിൾ ബോണ്ടുള്ള കാർബണിൽ മാത്രമേ അഡീഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ള കാർബണിൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? അഡീഷൻ റിയാക്ഷൻ സംഭവിക്കുള്ളൂ. ഈ എച്ചും ഈ കാർബണിൽ വന്നു, ഈ എച്ച് ഈ കാർബണിൽ വന്നു. ഡബിൾ ബോണ്ട് പൊട്ടി എന്തായി? സിംഗിൾ ബോണ്ട് ആയി. അപ്പൊ ഇവിടെ ഉള്ള ആൾക്കാരെ വരയ്ക്കാൻ പോവാണ്. സി കൂടെ H2, CH2. ഡബിൾ ബോണ്ട് പൊട്ടി എന്തായി? സിംഗിൾ ബോണ്ടായി. ഇനി വന്ന അതിഥികൾ, ഇവിടെ വന്ന ആരാ? H വന്നു. ഇവിടെ ആരാ വന്നത്? H വന്നു. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് വരച്ചാൽ CH2 H-ഉം H3, H2 H-ഉം H3. ഇതാണ് എന്ത് നമ്മുടെ ഉത്തരം. അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു ചോദ്യം എഴുതാം. നോക്കിക്കേടാ. CH2 ഡബിൾ ബോണ്ട് CH3. ഓക്കെ, ഇതിന് എന്ത് സംഭവിക്കുവാണ്?
ഹൈഡ്രജൻ ആഡ് ചെയ്യാണ്. അപ്പൊ എന്റെ ചോദ്യം, അഡീഷൻ റിയാക്ഷൻ ഇവിടെ സംഭവിക്കൂ, ഇവിടെ സംഭവിക്കൂ, ഇവിടെ സംഭവിക്കൂ. നിങ്ങൾ പറഞ്ഞു, ഞാൻ കേൾക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ സംഭവിക്കുന്ന ഇവിടെയും ഇവിടെയാണ്. കാരണം ഇവിടെ മാത്രമേ എന്തുള്ളൂ? ഡബിൾ ബോണ്ട് ഉള്ളൂ. ഡബിൾ ബോണ്ട് അല്ല, അവിടെ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അവിടെ സംഭവിക്കും. സോ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ള കാർബണിൽ മാത്രമേ അഡീഷൻ റിയാക്ഷൻ സംഭവിക്കുള്ളൂ. സോ ഒന്നുമില്ല, ഞാൻ H2നെ HH എന്ന് എഴുതി, ഒരെച്ച് ഇവിടെ വന്നു, ഒരെച്ച് ഇവിടെ വന്നു. ഓക്കെ, ഡബിൾ ബോണ്ട് പൊട്ടി എന്തായി? സിംഗിൾ ബോണ്ട് ആയി. അപ്പൊ എന്താ എഴുതുക? CH2. അപ്പൊ ഞാനിവിടെ ഉള്ള ആൾക്കാരെ അതേപോലെ എഴുതി. ഓക്കെ, ഇനി ഇവിടെ സിംഗിൾ ബോണ്ട് ആയിരുന്നു. ഇനി ഈ ഡബിൾ ബോണ്ട് പൊട്ടി എന്ത് വന്നു? ഇവിടെ സിംഗിൾ ബോണ്ട് വന്നു. ഇനി വന്ന ആൾക്കാരെ എഴുതാം. ഇവിടെ എന്താ വന്നത്? H. ഇവിടെ എന്താ വന്നത്? ഇവിടെ എന്താ വന്നത്? ഇവിടെ H വന്നു. സിംപ്ലിഫൈ ചെയ്താൽ H2 CH2 പിന്നെയോ CH3. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മുടെ അഡീഷൻ റിയാക്ഷനിലെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ചോദ്യം നമുക്ക് ചെയ്തൊന്ന് നോക്കാം. അപ്പൊ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ HCl ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ അതിനെ പിരിച്ചെഴുതി Hഉം Clഉം. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ നമ്മള് ആരൊക്കെ എവിടെയൊക്കെ ആഡ് ചെയ്യും? നമ്മളൊന്നുമില്ല, നമ്മൾ ഇഷ്ടമാണ്. ഞാനിതാ Hനെ ഇങ്ങോട്ട് വിട്ടു, അങ്ങനെയാണെങ്കിൽ Clനെ അങ്ങോട്ട് വിട്ടു. നിങ്ങൾക്ക് എവിടെ വേണേലും വിടാം. ഇനി കാറ്റലിസ്റ്റ് ആരാ? നീ പട്ടിയില്ലേ? നീ പട്ടി. തെറി വിളിച്ചതല്ല, കാറ്റലിസ്റ്റ് ആണ്. എന്നെ തെറി വിളിക്കരുത്. അപ്പൊ ഒന്നുമില്ല, ഡബിൾ ബോണ്ട് പൊട്ടി സിംഗിൾ ബോണ്ടായി. അപ്പൊ എന്താ വരിക? അവിടെ ഉള്ളവർ അതേപോലെ എഴുതി CH3 CH3. ഓക്കെ അല്ലേ? ഇനി ഡബിൾ ബോണ്ട് പൊട്ടി എന്തായി? സിംഗിൾ ബോണ്ട്. വന്ന ആൾക്കാരെ എഴുതി Cl, വന്ന ആൾക്കാരെ എഴുതി H. പരിപാടി കഴിഞ്ഞു. ഇതാണ് എന്ത്? അഡീഷൻ റിയാക്ഷൻ. ഇനി പോളിമറൈസേഷനാ പറയാൻ പോകുന്നത്. പരീക്ഷ ഏറ്റവും കൂടുതൽ ചോദിച്ചതും പോളിമറൈസേഷൻ ആണ്. പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഓർമ്മ ഉണ്ട്, എന്നെ പണ്ട് BEd കളിയാക്കിയത്. ഞാനിത് ക്ലാസ് എടുത്തത് ബിസ്ക്കറ്റ് വെച്ചിട്ടാ. ഓക്കെ, അപ്പൊ ബിസ്ക്കറ്റ്, ഞാനൊരു ബിസ്ക്കറ്റ് എടുത്തു കേട്ടോ, പാർലേജി ആയിക്കോട്ടെ. അപ്പൊ നിങ്ങൾക്കറിയാം, ബിസ്ക്കറ്റില് ഒരേപോലുള്ള കുറേ ബിസ്ക്കറ്റ് ഉണ്ടാവും. അതേപോലെ പോളിമറൈസേഷൻ സംഭവിക്കണമെങ്കിൽ നമുക്കൊരാളെ വേണം. ഇതാണ് എന്ത്? മോണോമേഴ്സ്. ഓക്കെ, അപ്പൊ ഞാനൊരു ബിസ്ക്കറ്റ് കൂടിനെ പോളിമർ ആക്കിയാൽ ആ ബിസ്ക്കറ്റ് കൂടിലെ ഓരോ ബിസ്ക്കറ്റിനെയും എനിക്ക് എന്തായി പരിഗണിക്കാം? ഓരോ മോണോമറായി പരിഗണിക്കാം. അപ്പൊ ഞാൻ പറയട്ടെ, ഒരു 10 രൂപേന്റെ പാർലേജി, 10 അല്ല എന്നാലും ഞാൻ പറയാണ്, 10 രൂപേന്റെ ഒരു പാർലേജി നമുക്ക് പറയാം 8 എണ്ണെങ്കിലും ഉണ്ടാവും ബിസ്ക്കറ്റ് എന്ന്. പക്ഷേ യഥാർത്ഥ പോളിമറൈസേഷനിൽ എത്ര മോണോമർ എന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എന്ത് ചെയ്തത്? കുത്തിട്ടത്. അത് 100 ആവാം, 1000 ആവാം. അപ്പൊ ഞാന് മോണോമർ എന്ന് എഴുതി. ഓക്കെ, ആ മോണോമറിന് എന്ത് സംഭവിക്കണം? പോളിമറൈസേഷൻ സംഭവിക്കണം. പക്ഷെ മോണോമറിന്റെ എണ്ണം അറിയാത്തോണ്ട് ഞാൻ അതിന്റെ മുന്നിൽ എന്തിട്ടു? എന്നിട്ടു. അപ്പൊ 100 ആവാം, 1000 ആവാം. അങ്ങനെ നല്ല ചൂരൊക്കെ പതിച്ച് അതങ്ങനെ അരിഞ്ഞ് മെൽറ്റൊക്കെ ആയി നമുക്ക് പോളിമറൈസേഷന് ശേഷം കിട്ടുന്ന പ്രോഡക്റ്റിന്റെ പേരാണ് എന്ത്? പോളിമർ. എന്താണ്? പോളിമർ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഞാൻ ഒരു വട്ടം കൂടി പറയാം. ഒരുപാട് മോണോമറുകൾ ചേർന്നിട്ടാണ് എന്തുണ്ടാവുക? പോളിമർ ഉണ്ടാവുക. ആ മോണോമറിന്റെ എണ്ണം പറയാത്തോണ്ടാണ് നമ്മൾ അതിനെ ഇട്ടത്. അപ്പൊ നമുക്ക് ആദ്യം പഠിക്കാനുള്ള ഒരു മോണോമറിനെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ അതിന്റെ പേര് ഇവിടെ പറയും, എനിക്കറിയാം. എന്താണ്? CH2. ആരാടാ ഇയാളെ പേരെന്താ? ഇയാളെ പേര് ഈഥീൻ. എന്താണ്? ഈഥീൻ. ഇനി മോണോമർ ആയതുകൊണ്ട് ഞാൻ അയാളെ മുൻപിൽ എന്തിടണം? എന്ന് ഇടണം. ഇനി ഇയാൾക്ക് എന്ത് സംഭവിക്കും? പോളിമറൈസേഷൻ സംഭവിക്കും. അപ്പോൾ നമ്മളൊന്നുമില്ല, ഇവിടെയുള്ള ആളെ ഇതേപോലെ തന്നെ നോക്കി, ഇവിടെയുള്ള ആളെ ഇതേപോലെ തന്നെ അപ്പുറത്ത് എഴുതുക. നോക്കിയേ, CH2. ഇനി നമുക്കറിയാം, ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഡബിൾ ബോണ്ട് വന്നാൽ അതെന്താവും? സിംഗിൾ ബോണ്ട്. ട്രിപ്പിൾ ബോണ്ട് എന്താവും? ഡബിൾ ബോണ്ട്. അത് പിന്നെ എന്താവും? സിംഗിൾ ബോണ്ട്. അപ്പൊ ഞാൻ നോക്കിക്കോണേ, ഇനിയാണ് സിംഗിൾ ബോണ്ട് കൊടുത്തു. ഇനി നമ്മൾ പണ്ട് ഡോറയുടെ പ്രയാണം കണ്ടിട്ടില്ലേ? അപ്പൊ ഒരു സാധനം കണ്ടില്ല, എന്താണ്? വയല്, കാട്, ബാഗ്. അതേപോലെ തന്നെ CH2 സിംഗിൾ ബോണ്ട്, CH2ന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? രണ്ട് സൈഡിലേക്കും ബോണ്ട്. എന്താണ്? ബോണ്ട്,
ബ്രാക്കറ്റ് ഈ പറയുന്ന എൻ എന്ത് ചെയ്യുക താഴെ കൊടുക്കുക. അപ്പൊ കോഡ് എന്താ? ബോണ്ട് ബ്രാക്കറ്റ് എൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത പറയാൻ പോകുന്ന PVC ആണ്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ നമ്മളിപ്പോ ക്ലാസ് കാണുമ്പോൾ തന്നെ ഉണ്ടാവും PVC പൈപ്പ്. ഈ PVC പൈപ്പ് നമ്മുടെ പോളിമറൈസേഷൻ വഴിയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് വേണ്ട മോണോമർ വളരെ മോഡേൺ ആണ്. ഞാൻ അത് വരയ്ക്കാം. അതിന്റെ പേര് നിങ്ങൾ പറയും. എനിക്കറിയേ CH2CHCl ഇതാണ് ഇതിന്റെ മോണോമർ. അപ്പൊ ഇതിന്റെ പേരെന്താ? ക്ലോറോ ഈഥീൻ. ക്ലോറിൻ വന്നോണ്ട് ക്ലോറോ ഈഥീൻ. ഇനി നമുക്ക് എല്ലാവർക്കും വീട്ടിൽ 2 പേരില്ലേ? അതേപോലെ ഓർഗാനിക് മോളിക്യൂളിന് 2 പേരുണ്ട്. ഇയാളുടെ മറ്റൊരു പേരാണ് വിനൈൽ ക്ലോറൈഡ്. എന്താ? വിനൈൽ ക്ലോറൈഡ്. ഇങ്ങനെ വിനൈൽ ക്ലോറൈഡ് എന്ന് പേര് വരാൻ കാരണം അറ്റത്താണ് ക്ലോറിൻ. ക്ലോറിൻ എന്താണ്? അറ്റത്താണ്. ആ കാരണം കൊണ്ട് ഇതിന്റെ പേരെന്താണ്? വിനൈൽ ക്ലോറൈഡ്. ഓക്കെ, അപ്പൊ ഇയാളുടെ മറ്റൊരു പേരെന്താ? ക്ലോറോ ഈഥീൻ. പക്ഷെ എന്റെ കോമൺ നെയിം എന്താണ്? അല്ലെങ്കിൽ വീട്ടിൽ വിളിക്കുന്ന പേരെന്താണ്? വിനൈൽ ക്ലോറൈഡ്. ഓക്കെ അല്ലേ? ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഞാൻ ഇതിന്റെ പേര് ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ അതാണ് ഇനി അടുത്ത പറയാൻ പോകുന്നത്. അപ്പൊ നോക്കിയേ, ഇനി ഈ പറയുന്ന വിനൈൽ ക്ലോറൈഡിന് ഞാൻ എന്ത് സംഭവിക്കുകയാണ്? പോളിമറൈസേഷൻ സംഭവിക്കുകയാണ്. അപ്പൊ മോണോമറിന്റെ എണ്ണം അറിയാത്തോണ്ട് എന്നിട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു ഈ പറയുന്ന ഈ സാധനത്തിനെ അതേപോലെ അപ്പുറത്ത് എഴുതുക. പറഞ്ഞോളൂ. CH2 അപ്പുറത്ത് CH, താഴെ Cl. ഡബിൾ ബോണ്ട് പൊട്ടി എന്തായി? സിംഗിൾ ബോണ്ട് ആയി. പിന്നെന്താ കോഡ്? ബോണ്ട് ബ്രാക്കറ്റ് N. അപ്പൊ എന്താ വരിക? ബോണ്ട് ബ്രാക്കറ്റ് N. ഓക്കെ അല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിലടാ എന്താണ് പേര് വരിക? മോണോമറിന്റെ പേര് കിട്ടി. ഇയാളെ മോണോമറിന്റെ പേരെന്താ? ഈഥീൻ. ഇയാൾക്ക് എന്ത് സംഭവിച്ചു? പോളിമറൈസേഷൻ സംഭവിച്ചു. അപ്പോൾ ഈഥീൻ പ്ലസ് പോളി പ്ലസ് ഈഥീൻ, അതായത് ഈഥീന് പോളിമറൈസേഷൻ സംഭവിച്ചു. അപ്പൊ മോണോമറിന്റെ മുൻപിൽ എന്തിട്ട് കൊടുക്കുക? പോളി എന്നിട്ട് കൊടുക്കുക. പോളി പ്ലസ് ഈഥീൻ എന്താണ്? പോളിത്തീൻ. എന്താണ്? പോളിത്തീൻ. അങ്ങനെ ആണെങ്കിൽ നമ്മൾ ഈ പറയുന്ന വിനൈൽ ക്ലോറൈഡിന്റെ മുൻപിൽ നമ്മൾ എന്ത് കൊടുക്കുക? പോളി എന്ന് കൊടുക്കുക. അപ്പൊ എന്താ? പോളി വിനൈൽ ക്ലോറൈഡ്. എന്താ? പോളി വിനൈൽ ക്ലോറൈഡ്. അതിന്റെ ഷോർട്ട് ഫോം ആണ് എന്ത്? PVC. പരീക്ഷയ്ക്ക് ഓണപരീക്ഷയ്ക്ക് എന്തായാലും ചോദ്യം ചോദിക്കും, എന്താണ് PVCയുടെ ഫുൾ ഫോം? എന്താണ്? പോളി വിനൈൽ ക്ലോറൈഡ്. ഇനി നമുക്ക് പഠിക്കാനുള്ള നെക്സ്റ്റ് വൺ എന്താണ്? ടെഫ്ലോൺ. ടെഫ്ലോണിന്റെ മോണോമർ നിങ്ങൾ പറയും, എനിക്കറിയാം. CF2 ഡബിൾ ബോണ്ട് CF2. ഇതിന് പോളിമറൈസേഷൻ സംഭവിച്ചു. അപ്പൊ നമ്മൾ ഇനി എന്നു കൊടുത്തു. കാരണം എന്താണ്? ഈ പറയുന്ന ടെഫ്ലോൺ ഉണ്ടാവുന്ന മോണോമറിന്റെ പേരെന്താണ്? ടെട്രാ ഫ്ലൂറോ ഈഥീൻ. എന്താ? ടെട്രാ ഫ്ലൂറോ ഈഥീൻ. കാരണം ഫ്ലൂറിൻ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. ഫ്ലൂറിൻ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. 4 എണ്ണം ഒരേപോലെ വന്നാൽ പേരെന്താ? ടെട്രാ. അപ്പൊ ഞാൻ ടെട്രാ എന്ന് എഴുതി. ഇനി എത്ര എണ്ണാണ്? ഫ്ലൂറിൻ ആണ്. അപ്പൊ ടെട്രാ ഫ്ലൂറോ. ഇനി ഡബിൾ ബോണ്ട് വന്നത് കൊണ്ട് അതിന്റെ പേരെന്തായി? ഈഥീൻ. അപ്പൊ പേരെന്താ? ടെട്രാ ഫ്ലൂറോ ഈഥീൻ. അതിനെന്ത് സംഭവിച്ചു? പോളിമറൈസേഷൻ സംഭവിച്ചു. ഇതേ സാധനം അപ്പുറത്ത് എഴുതി. CF2 ഡബിൾ ബോണ്ട് പൊട്ടി എന്തായി? സിംഗിൾ ബോണ്ട്. ഇനി എന്താ? നമ്മളെ കോഡ് ഉണ്ടല്ലോ. എന്താ? ബോണ്ട് ബ്രാക്കറ്റ് N. ഈ പറയുന്ന പോളിമറൈസേഷൻ സംഭവിച്ചതുകൊണ്ട് ഇതിന്റെ പേരെന്താ? പോളി. ഈ പറയുന്ന പേര് അപ്പുറത്ത് എഴുതുക. എന്താ? പോളി ടെട്രാ ഫ്ലൂറോ ഈഥീൻ. ഇതിനെ ഷോർട്ട് ഫോം ആക്കി നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ടെഫ്ലോൺ. എന്താണ്? ടെഫ്ലോൺ. അപ്പോ ടെഫ്ലോൺ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടെഫ്ലോണിന്റെ മോണോമറിന്റെ പേരെന്താ? പോളി ആണോ? ടെട്രാ ഫ്ലൂറോ ഈഥീൻ. ടെഫ്ലോണിന്റെ മോണോമറിന്റെ പേരെന്താ? ടെട്രാ ഫ്ലൂറോ ഈഥീൻ. ഈ ടെഫ്ലോണ് നമ്മുടെ നോൺ സ്റ്റിക് പാനിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ പറയുന്ന റബ്ബർ പാല് നോക്കിയതാ. റബ്ബർ പാല്. ഓക്കെ, ഈ പറയുന്ന റബ്ബർ പാല്, ഈ റബ്ബർ പാലിന്റെ പേരാണ്, അല്ലെങ്കിൽ നമുക്ക് മരത്തിൽ നിന്ന് കിട്ടുന്ന റബ്ബർ പാലിന്റെ പേരാണ് എന്ത്? ഐസോപ്രീൻ. എന്താണ്? ഐസോപ്രീൻ. ഈ പറയുന്ന ഐസോപ്രീന് പോളിമറൈസേഷൻ സംഭവിച്ചാൽ അപ്പൊ കിട്ടുന്ന പേരെന്താ? പോളി ഐസോപ്രീൻ. ഈ പോളി ഐസോപ്രീൻ മറ്റൊരു പേരുണ്ട്. അതെന്താണ്? നാച്ചുറൽ റബ്ബർ.
അപ്പൊ നാച്ചുറൽ റബ്ബറിന്റെ മോണോമറിന്റെ പേരെന്താ? ഐസോപ്രീൻ. ഐസോപ്രീന് പോളിമറൈസേഷൻ സംഭവിച്ചാൽ കിട്ടുന്ന ആളെ പേരെന്താ? പോളി ഐസോപ്രീൻ അല്ലെങ്കിൽ നാച്ചുറൽ റബ്ബർ. അങ്ങനെ നമ്മളെ പോളിമറൈസേഷൻ കഴിഞ്ഞു. ഇപ്പൊ പഠിച്ച പോളിമറൈസേഷന്റെ പേരാണ് അഡീഷൻ പോളിമറൈസേഷൻ. ഈ പറയുന്ന കോളം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഞാൻ അത് എടുത്ത് കാണിക്കാൻ കാരണം ഇതിങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, നമ്മൾ പറഞ്ഞ ടെഫ്ലോൺ എന്തിന് യൂസ് ചെയ്യുന്നുണ്ട്? നോൺ സ്റ്റിക് കുക്ക്വെയറിൽ യൂസ് ചെയ്യുന്നുണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ലാസ്റ്റ് ഒരാളും കൂടി ഉണ്ട്, ഒർലോൺ. അപ്പോ പരീക്ഷയ്ക്ക് ചോദിക്കാം, ഒർലോൺ എന്ന പോളിമറിന്റെ മോണോമർ എന്താണ്? അക്രിലോൺ നൈട്രൈലും ഉണ്ടാവും, വിനൈൽ സൈനൈഡും ഉണ്ടാവും. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ പറഞ്ഞ സാധനം വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ ടെക്സ്റ്റ് ബുക്ക് മാറിയപ്പോൾ ആഡ് ചെയ്യപ്പെട്ടതാണ് ഈ ഒരു സാധനം. മറ്റേതൊക്കെ നേരത്തെ ഉണ്ട്. അപ്പോൾ എന്തിനായിരിക്കും കൊണ്ടുവന്നുണ്ടാവുക? പരീക്ഷയ്ക്ക് ചോദിക്കാനാണ്. അപ്പൊ നമുക്ക് അഡീഷൻ പോളിമറൈസേഷൻ കഴിഞ്ഞു. നമ്മൾ പഠിക്കാൻ പോണ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ ആണ്. ഇതും പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ആഡ് ചെയ്ത് വന്നതാണ്. അപ്പൊ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ പഠിക്കാൻ ഞാൻ ഒരു കോഡ് പറഞ്ഞുതരാം. സംഭവം ക്രിഞ്ചാണ്, നോക്കിയിട്ട് കാര്യമില്ല. നോക്കുക, എക്സും മെത്തും അടികൂടി എന്തിന്? നൈലോൺ 66. അപ്പോ ഇപ്പൊ കോളത്തേക്ക് നോക്കാൻ പാടില്ല, കോഡ് പറഞ്ഞതിന് ശേഷം. അടുത്തത് ഫീനും ഓളും. നോക്കിക്കോണേ, ഫീനും ഓളും ഫോറിൻ ആൽഡിഹൈഡ് ബേക്കറിയിൽ. ഫീനും ഓളും ഫോറിൻ ആൽഡിഹൈഡ് ബേക്കറിയിൽ. ഇത് ഇല്ലാത്തൊരു ഓണപ്പരീക്ഷ ഇല്ല. ക്ലാസ്സിലാണെങ്കിൽ നമുക്ക് ബെറ്റടിക്കാൻ പറയുന്നു, ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഫീനും ഓളും ഫോറിൻ ആൽഡിഹൈഡ് ബേക്കറി. അപ്പൊ 2 കോഡുണ്ട്. മൂന്നാമത്തെ കോഡ് വന്നു. അടുത്തെന്താ? എത്തിന്റെ ഓളും. കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. എത്തിന്റെ ഓളും ടെറീഡ് ആസിഡും. എന്താ? എത്തിന്റെ ഓളും ടെറീഡ് ആസിഡും പോളിഈസ്റ്ററിന് പോയി. എത്തിന്റെ ഓളും ടെറീഡ് ആസിഡും പോളിഈസ്റ്ററിന് പോയി. ഓക്കെ, അപ്പൊ നമുക്ക് 3 കോഡ് ഉണ്ട്. ഒന്നാമത്തെ കോഡ് എന്താ? എക്സും മെത്തും അടികൂടി നൈലോൺ 66. എന്താണ്? എക്സും മെത്തും അടികൂടി നൈലോൺ 66. എക്സും മെത്തും എന്ന് പറഞ്ഞാൽ എക്സാമെത്തിലിൻ ഡയമീൻ. അടികൂടുക, അഡിപ്പിക് ആസിഡ്. എന്തിനു വേണ്ടിയാ? നൈലോൺ 66. അപ്പം മോണോമർ ആരൊക്കെയാ? എക്സാമെത്തിലിൻ ഡയമീനും അഡിപ്പിക് ആസിഡും. ആരാണ് പോളിമർ? നൈലോൺ 66. ഇതിന്റെ യൂസ് എന്താ? കോമ്പ് ചീർപ്പ്. പിന്നെന്താ? ബ്രിസ്റ്റ്സ് ആൻഡ് ബ്രഷസ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കോഡ് എന്താ? ഫീനും ഓളും ഫോറിൻ ആൽഡിഹൈഡ് ബേക്കറിയിൽ. ഫീനും ഓളും എന്താ? ഫീനോൾ. അടുത്തെന്താ? ഫോറിൻ ആൽഡിഹൈഡ്, ഫോർമാൽഡിഹൈഡ്. മക്കളെ, ഫോർമാൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരു പേരുണ്ട്, മെത്തനാൽ. ഒരു കാർബൺ ഉള്ള ആൽഡിഹൈഡ് ആണെന്ത്? മെത്തനാൽ. അതിന്റെ മറ്റൊരു പേരാണ് ഫോർമാൽഡിഹൈഡ്. നമുക്ക് വീട്ടിൽ വിളിക്കുന്ന പേരുണ്ടല്ലോ. അപ്പോൾ ഫീനും ഓളും ഫീനോളും, ഫോറിൻ ആൽഡിഹൈഡ് എന്താ? ഫോർമാൽഡിഹൈഡ്. നമ്മുടെ പോളിമറിന്റെ പേരെന്താ? ബേക്കറി അല്ല, എന്താണ്? ബേക്കലൈറ്റ് ആണ്. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ മൂന്നാമത്തെ കോഡ് എന്താ? എത്തിന്റെ ഓളും ടെറീഡ് ആസിഡും കൂടി എന്തിനു പോയി? പോളിഈസ്റ്ററിന് പോയി. അവിടെ കുറച്ച് പ്രശ്നം ഉണ്ട്, നിങ്ങൾ നോക്കുക. അപ്പൊ എത്തിന്റെ ഓൾ എന്താ? എത്തിലിൻ ഗ്ലൈക്കോള്. ടെറീഡ് ആസിഡ് എന്താ? ടെറിഫ്താലിക് ആസിഡ്. പോളിമറിന്റെ പേരെന്താ? പോളിഈസ്റ്റർ. യൂസസ് ഒന്ന് നോക്കി വെക്കണം കേട്ടോ. സോ കണ്ടൻസേഷൻ പോളിമറൈസേഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു കാര്യമുണ്ട്. ഇവിടെ 2 മോണോമർ ഉണ്ട്. എന്നാൽ അഡീഷൻ പോളിമറൈസേഷനിൽ ഒറ്റ മോണോമറേ ഉള്ളൂ. വ്യത്യാസം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്ന നെക്സ്റ്റ് റിയാക്ഷന്റെ പേരാണ് തെർമൽ ക്രാക്കിംഗ്. ഇതിന്റെ മലയാള വേർഡാണ് എന്ത്? താപീയ വിഘടനം. അപ്പൊ നിങ്ങൾക്ക് പേര് തന്നെ ഉണ്ട്, എന്താണ്? താപീയ വിഘടനം. താപം കൊടുത്തു പൊട്ടിച്ചു. എന്താണ്? താപം കൊടുത്തു പൊട്ടിച്ചു. ഇത് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ നമ്മൾ ആദ്യം ഒരു വലിയ ആൽക്കൈൻ എടുത്തു. ഓക്കെ, എന്താണ്? വലിയ ആൽക്കൈൻ എടുത്തു. ഓക്കെ, വലിയ ആൽക്കൈന് ഞാൻ എന്ത് കൊടുത്തു? കഥയിൽ പറഞ്ഞ പോലെ ചൂട് കൊടുത്തു. നിങ്ങൾ കഥ മാത്രം കേൾക്കുക. വലിയ ആൽക്കൈന് ഞാൻ ചൂട് കൊടുത്തു. അപ്പൊ നമുക്ക് കിട്ടുന്ന സാധനങ്ങളാണ്, ഒന്നെന്താ? ചെറിയ ആൽക്കീൻ. മറ്റേ എന്താ? ചെറിയ ആൽക്കൈൻ. ഓക്കെ അല്ലേ? ഓക്കെ ആണ്.
ഇനി നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. വലിയ ആൽക്കെയിൻ ആരാ? 7 കാർബണുള്ള ആളെ പേരെന്താ? ഹെപ്റ്റെയിൻ. അപ്പൊ അത് ആൽക്കെയിൻ ആവണം. അപ്പൊ ഹെപ്റ്റെയിൻ ഞാൻ വരയ്ക്കുകയാണെ. CH3 CH2 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 1 2 3 4 5 6 7 അങ്ങനെ ഹെപ്റ്റെയിൻ വരച്ചു. ഓക്കെ, ഹെപ്റ്റെയിൻ ഞാൻ എന്ത് കൊടുത്തു? ചൂട് കൊടുത്തു. അപ്പൊ ഹെപ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ 7 കാർബൺ അല്ലടാ. 7 കാർബൺ എനിക്ക് എങ്ങനെയൊക്കെ പൊട്ടിക്കാം? 5ഉം 2ഉം. പിന്നെ 2ഉം 5ഉം, പിന്നെ 3ഉം 4ഉം 4ഉം 3ഉം 6ഉം 1ഉം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഞാൻ പറയാം. അങ്ങനെയാണെങ്കിൽ എന്റെ ഇഷ്ടം ഞാൻ 4ഉം 3 കൊടുത്തു. അതിനു മുമ്പ് ഹെപ്റ്റെയിന്റെ മോളിക്കുലർ ഫോർമുല എന്താ? C7H3 5 7 9 9ഉം 11ഉം 13ഉം 16ഉം. റെഡി? അങ്ങനെയാണെങ്കിൽ ഞാൻ 4ഉം 3ഉം എടുത്തു. നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? 5ഉം 2ഉം എടുക്കണം, 2ഉം 5ഉം എടുക്കണം. പരീക്ഷയ്ക്ക് എന്തൊക്കെ പറ്റുമോ അതൊക്കെ നമ്മൾ എടുക്കണം. ഞാനൊരു എക്സാമ്പിൾ മാത്രമേ എടുക്കുന്നുള്ളൂ. 4 കാർബൺ ഉള്ള ആൽക്കീൻ ആരാ? 1 2 3 4 ആൽക്കീൻ ആവണം. അപ്പൊ എവിടെയെങ്കിലും എന്ത് കൊടുക്കണം? ഡബിൾ ബോണ്ട് കൊടുക്കണം. ബാക്കി എന്ത് കൊടുക്കണം? സിംഗിൾ ബോണ്ട് കൊടുക്കണം. ഇവിടെ എത്രയാ? H2 H2 H3. ഓക്കെ, പ്ലസ് ഇയാളുടെ മോളിക്കുലർ ഫോർമുല എത്രയാ? നമുക്ക് മറ്റേ ചെയ്യാം. നോക്കിക്കേടാ, 3 കാർബൺ ഉള്ള ആൽക്കീൻ ആരാ? 3 കാർബൺ ഉള്ള ആൽക്കീൻ മെത്ത് എത്ത് പ്രൊപ്പ്. നോക്കിക്കേടാ, 1 2 3. ഇനി ആൽക്കെയിൻ ആണ്. അപ്പൊ എല്ലായിടത്തും എന്ത് കൊടുത്തു? സിംഗിൾ ബോണ്ട് കൊടുത്തു. ഇവിടെ CH3 പിന്നെയോ CH2. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ എഴുതിയ 2 പേരുടെയും മോളിക്കുലർ ഫോർമുല ചെക്ക് ചെയ്യാം. C4 പിന്നെയോ H2 3 5 8. C4 H8. പിന്നെ ഇവിടെയോ C3H3 5 8. മക്കളെ ഇവിടെ എന്തുണ്ടടാ? പ്ലസ് ഉണ്ട്. അപ്പോ നിങ്ങൾ ജസ്റ്റ് നോക്ക്, C4ഉം C3യും കൂട്ടിയാൽ C7. അങ്ങനെയാണെങ്കിൽ Hന്റെ എണ്ണോ? H8ഉം എത്രയാ വന്നത്? H16. ദാഹാ, ഇവിടെ നമ്മൾ കണ്ടില്ലേ? C7H60 രണ്ടുപേരുടെയും മോളിക്കുലർ ഫോർമുല എന്തായി? സെയിം ആയി. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യണം? ഞാൻ 4ഉം 3ഉം പൊട്ടിച്ചു. നിങ്ങൾക്ക് എങ്ങനെ പൊട്ടിക്കാം? 3ഉം 4ഉം പൊട്ടിക്കാം, 5ഉം 2ഉം പൊട്ടിക്കാം, 2ഉം 5ഉം പൊട്ടിക്കാം, 6ഉം 1ഉം പൊട്ടിക്കാം. എല്ലാ രീതിയിലും പരീക്ഷയ്ക്ക് എഴുതിയിരിക്കണം. ഓക്കെ എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി പറയാൻ പോകുന്ന കമ്പസ്റ്റൻ ആണ്. കമ്പസ്റ്റന്റെ മലയാളം എന്താണ്? ജ്വലനാണ്. കത്താൻ പോവാ. അപ്പൊ നമുക്കറിയാം, ഇങ്ങനെ അടുപ്പില് ഇങ്ങനെ ഊതിയിട്ടുണ്ടാവും. എന്തിനാണ് നമ്മള് അടുപ്പിൽ ഇങ്ങനെ ഊതിയത്? നല്ലവണ്ണം കത്താൻ വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പോ കത്താൻ സഹായിക്കുന്ന ഒരു വാതകമാണ് ആര്? ഓക്സിജൻ. അപ്പൊ ഞാൻ നോക്കിക്കോ, ഇവിടെ CH4 എടുത്തത്. ഓക്സിജൻ ഉണ്ടെങ്കിൽ കണ്ണും പൂട്ടി പറയാം. അത് എന്താണ്? കമ്പസ്റ്റൻ ആണ്. അപ്പോ നമ്മുടെ റിയാക്ഷനിൽ ഓക്സിജൻ പറയാം, കണ്ണുപൂട്ടി പറയാം, എന്താണ്? ജ്വലനമാണ്. അപ്പൊ ഞാൻ ഒരു കാര്യം കൂടി പറയാം. ജ്വലനമാണെങ്കിൽ ഒരു പ്രോഡക്റ്റ് H2 ആണ്, മറ്റേ പ്രോഡക്റ്റ് എന്താണ്? CO2 ആണ്. ഇനി ഇവിടെ തെറ്റിപ്പോകുന്ന കാര്യം ബാലൻസിങ് ആണ്. ബാലൻസിന്റെ പേരെന്താ? ഹരികൃഷ്ണൻ. ഫസ്റ്റ് അക്ഷരം എന്താ? H ആണ്. എന്റെ പേരെന്താ? ഹരി എന്നാണ്. ഫസ്റ്റ് അക്ഷരം എന്താണ്? H ആണ്. അപ്പൊ നിങ്ങൾ ആദ്യം ബാലൻസ് ചെയ്യേണ്ട എന്താണ്? H ആണ്. ഇവിടെ നോക്കടാ, ഇവിടെ 4H ഉണ്ട്, ഇവിടെ 2H ഉള്ളൂ. അപ്പൊ 2നെ 4 ആക്കണമെങ്കിൽ ഇവിടെ ഞാൻ എന്ത് കൊടുക്കണം? 2 കൊടുക്കണം. ഓക്കെ അല്ലേ? ഇനി ഏറ്റവും ലാസ്റ്റ് മാത്രമാണ് നമ്മൾ O ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ ഒരു കാർബൺ, ഇവിടെ ഒരു കാർബൺ, പ്രശ്നമല്ല. അങ്ങനെ O നോക്കാം. ഇവിടെ 2 O ഉണ്ട്. നോക്കിക്കോണേ, ഇവിടെ 2 ഓക്സിജൻ. ഇവിടെ ഈ 2 ഈ Oക്കും ബാധകമാണ്, ഈ 2 ഈ Oക്കും ബാധകമാണ്. അപ്പൊ 2 ഓക്സിജൻ ഇപ്പുറത്തും ഉണ്ട്. അപ്പൊ 2 + 2 എത്ര? 4 ആണ്. എന്നാ ഇവിടെ 2 ഉള്ളൂ. ഈ 2നെ 4 ആക്കാൻ ഞാൻ എന്തിട്ടു? 2 ഇട്ടു. അങ്ങനെയാണെങ്കിൽ എന്റെ മക്കളെ നോക്കടാ, CH3 ആരാ? മീഥൈൻ കഴിഞ്ഞാൽ പിന്നെന്താണ്? ഈഥൈൻ ആണ്. പ്ലസ് O2. എന്തായാലും പ്രോഡക്റ്റ് എന്താ? H2O + CO2 ആണ്. നിങ്ങൾക്ക് ഹോം വർക്കാണ്, ഇത് ചെയ്യണം. ഇതിന്റെ അപ്പുറം ഒന്നും ഇവിടുന്ന് ചോദിക്കൂല. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം,
ആദ്യം എന്ത് ബാലൻസ് ചെയ്യണം? എന്റെ പേര് ഓർത്തു വെക്കണം. എച്ച് 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 ആണ് ബാലൻസ് ചെയ്യേണ്ടത്. ലാസ്റ്റ് മാത്രമാണ് ഓക്സിജൻ ബാലൻസ് ചെയ്യേണ്ടത്. അപ്പോ ഓക്സിജൻ ഉണ്ടെങ്കിൽ കണ്ണും പൂട്ടി പറയാം അതെന്താണ്? കമ്പസ്റ്റൻ ആണ്. പ്രോഡക്റ്റ് ആരാ? CO2ഉം H2O ആണ്. പക്ഷെ ബാലൻസ് ചെയ്യണം. എന്റെ പേര് സൂര്യ അല്ല, എന്റെ പേര് ഹരികൃഷ്ണൻ എന്നാണ്. ഫസ്റ്റ് അക്ഷരം H ആണ് ചെയ്യേണ്ടത്. അപ്പൊ ഞാനിവിടെ ടെക്സ്റ്റ് ബുക്കില് ഒരു ബോക്സും കൂടി എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ബോക്സിൽ ഈ റിയാക്ഷൻ നിക്കലുണ്ട് നീ പട്ടി അതെന്താണ്? നീ പട്ടിയാണ് എന്താണ്? അത് അഡീഷൻ ആണ്. ഇനി ഇവിടെ ക്ലോറിൻ ഉണ്ട്. അപ്പൊ അതെന്താണ്? HCl ഉണ്ട്. അത് എന്തായിരിക്കും അപ്പോ? പോളിമറൈസേഷൻ ആണോ? അല്ല, അതെന്താണ്? സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇനി ഇവിടെ ഉണ്ട്. ആകുന്നുണ്ട് കണ്ടുപൂട്ടി പറയാൻ എന്താണ്? പോളിമറൈസേഷൻ ആണ്. ഇനി ഇവിടെ CO2 ഉണ്ട്. അപ്പൊ സ്വാഭാവികമായി ഇതെന്താണ്? കമ്പസ്റ്റൻ ആണ്. ഇനി സ്വാഭാവികമായും ഇനി ഇവിടെ H2 ഉണ്ട്, CH3 ഉണ്ട്. അപ്പൊ ഇത് എന്താവാനാണ് ചാൻസ്? നിങ്ങൾ തന്നെ ഇത് കണ്ടെത്തണം ഈ ചോദ്യം. അപ്പോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ 2 ഇക്വേഷൻ ഉണ്ട്. ഇത് A+ ചോദ്യമായി ചോദിക്കും. നിങ്ങൾ ഇവിടെ പ്രിപ്പറേഷൻ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തോ സാധനം ഉണ്ടാക്കണം. അപ്പൊ ഇയാളെ പേര് നിങ്ങൾ പറയണം. ഇയാളെ പേരെന്താ? ഒരു കാർബണും OH ഉണ്ട്. അപ്പൊ എന്താ? മെത്തനോൾ. എന്താ? മെത്തനോൾ. അങ്ങനെ ഇതെന്താണ്? 2 കാർബണും COH എന്താണ്? എത്തനോയിക് ആസിഡ്. സോ നമ്മൾ എന്തുണ്ടാക്കാൻ പോവാണ്? മെത്തനോൾ ഉണ്ടാക്കാൻ പോവാണ്. നമ്മൾ ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ ചില ആൾക്കാർ ഈ വരാന്തേക്കൂടെ പോകുമ്പോ എല്ലാ കുട്ടികളും ഇങ്ങനെ നോക്കും. ഇപ്പൊ നമ്മളൊരു പാട്ടുകൂടെ എന്താണ്? കൊക്കരക്കൊക്കരക്കോ കോഴിക്കൊക്കരക്കോ. ആ ഓർമ്മയിൽ ഇവിടെ എന്തിട്ടു? ഞാൻ പോയിട്ടു. അപ്പൊ വരാന്തയിൽ കൂടെ ആരോ പോയി, നമ്മളൊക്കെ നോക്കിയിട്ടിട്ട് അങ്ങനെ ഇവിടേക്ക് വന്നതില്ലേ. ഓക്കെ, അങ്ങനെ ആരൊക്കെയോ ആയിക്കൂടെ പോയി. അപ്പൊ നമ്മൾ പാട്ടുപാടി കൊക്കരക്കോ ആ കോഞ്ഞാട്ട്. ഇനി മക്കളെ നോക്കടാ, കോ ഈ സിയും ഈ ഓയും. അപ്പൊ നോക്കടാ, ശ്രദ്ധിക്കണേ, നോക്കണേ. ഈ CO പകരം സിയും ഓയും വന്നു. ഇനി ഇവിടെ ഇല്ല, എന്നാൽ ഇവിടെ ഉണ്ട്. അതാരാ? H ഉണ്ടോ? H ഇല്ല. 3ഉം 1ഉം എത്ര H കൂടി വേണം? 4 H കൂടി വേണം. അപ്പൊ എന്റെ ചോദ്യം, ഞാൻ ഇങ്ങനെ എഴുതുവോ അതോ ഇങ്ങനെ എഴുതുവോ? എപ്പോഴും Hന് ഡൈ ആറ്റോമിക് ആയി നിൽക്കാനാണ് ഇഷ്ടം. സോ ഇവിടെ H എങ്ങനെ വരും? H2 ആണോ? അല്ല, H4 ആവണ്ടേ. അപ്പൊ ഇവിടെ എന്തിട്ട് കൊടുത്തു? 2 ഇട്ട് കൊടുത്തു. ഇതേപോലെ തന്നെ നമ്മൾ അടുത്തുണ്ടാക്കാൻ പോണത് എന്താണ്? എത്തനോയിക് ആസിഡ്. ഇതെങ്ങനെ പേര് വന്നെന്നൊക്കെ നമ്മൾ പറഞ്ഞു. എത്തനോയിക് ആസിഡ് സെയിം ടൈമില് വരാന്തയിൽ കൂടെ ആരോ പോയി. പാട്ടേതാ? കൊക്കരക്കൊക്കരക്കോ കോഴിക്കൊക്കരക്കോ. അങ്ങനെ കോഴി വന്നു, അല്ല കൊക്കരക്കോ വന്നു. അങ്ങനെ ഇനി നമ്മൾ എന്ത് ചെയ്യണം? CO വന്നു. ബാക്കി CH3OH ഇപ്പുറത്ത് ഇല്ലല്ലോ. അപ്പൊ ഇവിടെ എന്താ എഴുതുക? CH3OH. പണ്ട് നമ്മള് ഇവിടെ നിങ്ങട്ടാ പഠിച്ച്, പക്ഷെ ഇവിടെ നമ്മൾ ഇങ്ങട്ടാ പഠിക്കുന്നത്. സോ ഈ 2 ഇക്വേഷൻ പഠിക്കണം. ടെക്സ്റ്റ് ബുക്കിൽ 2 പേജിലാണ്. പക്ഷെ ഇത് ഒന്നിച്ച് പഠിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതെങ്ങനെ പഠിക്കണം എന്നും പറഞ്ഞു. വരാന്തേ കൂടെ ഒക്കെ നമ്മൾ നോക്കിയതാണ് പണ്ടേ. അപ്പൊ നമുക്ക് നോക്കാം. അടുത്തത് എത്തനോൾ ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ ഇതെല്ലാവർക്കും ഭാവിയിൽ പ്രയോജനമുള്ളതാണ്. ഞാനിവിടെ എന്താ എടുത്തത്? പഞ്ചസാര എടുത്തിട്ടുണ്ട് അല്ലെ. പഞ്ചസാര എന്ന് കണ്ടാൽ മനസ്സിലാവില്ല. പഞ്ചസാര എന്താ? ഷുഗറാ. അപ്പൊ ഞാൻ ഷുഗർ എടുക്കാൻ പോവാണേ. ഷുഗർ എടുത്തു. ഓക്കെ, ഷുഗറിന്റെ കെമിക്കൽ ഫോർമുല പഠിക്കണം. C12H22O11 പ്ലസ് ഇതെന്താടാ? ഇത് കണ്ടാരും പറയും ഇതെന്താ? വെള്ളം എങ്ങനെ എഴുതുക? H2O. ഓക്കെ അല്ലേ? ഇനി ഇതിന്റെ സ്റ്റെപ്പ് ഒന്നും ചെയ്യണ്ട. നമ്മൾ ഈ പറയുന്ന ഇതിനെയും കൂട്ടാൻ പോവാ. കൂട്ടാൻ എല്ലാവർക്കും അറിയാലോ. കൂട്ടി നോക്കടാ നമുക്ക്. അപ്പൊ നോക്കോ, 12ഉം പിന്നെ C ഉണ്ടോ? ഇല്ല. അപ്പൊ ഞാൻ C അതേപോലെ എഴുതി. C12. H22ഉം 2ഉം 24. ഇനി O എത്രയാടാ? നോക്കിക്കേ. O ഇവിടെ 11 ഉണ്ട്, ഇവിടെ 1ഉം. അപ്പൊ എത്രയാ? 12. എല്ലാരും കൂട്ടറിയാലോ. അപ്പൊ 12 ഇത് എഴുതി. ഇത്ര ആർക്കും പ്രശ്നം ഉണ്ടോ? ഇല്ല. അങ്ങനെയാണ് ഇതിനെ പകുതി ആയിക്കേ. എത്ര വരിക? 12 എത്രയായി? 6. H എത്രയാ? 12 ആയി. 24 എത്രയായി? 12 ആയി. ഇനി H. ഓക്കെ, ഇവിടെ ചെറിയ മിസ്റ്റേക്ക് ഞാൻ കാട്ടിയിട്ടുണ്ട്. ഇവിടെ O ആയിരുന്നേ. അപ്പൊ നോക്കണേ, ഇവിടെ O ആണേ. അപ്പൊ നോക്കിക്കേടാ, പകുതിയാക്കി എത്ര വരും? C12. O എത്ര വരും? 6 വരും. ഓക്കെ അല്ലേ? ഇതേപോലെ ഒന്നും കൂടി ഉണ്ടാവും. C6H12O6.
ഈ സാധനം ഞാൻ താഴേക്ക് എഴുതുകയാണ് C6H12O6 പ്ലസ് C6H12O6. ഓക്കെ, അപ്പൊ രണ്ടെണ്ണത്തിനെയും ഈ പറയുന്ന രണ്ടെണ്ണത്തെയും നമ്മൾ കൂട്ടി അതിനെ എന്ത് ചെയ്തു, പകുതിയാക്കി ഇവിടെ എഴുതി. റെഡി അല്ലേ? ഈ എഴുതിയതില് ഒരാളെന്താണ് ഗ്ലൂക്കോസ്, മറ്റേ ആളെന്താണ് ഫ്രക്ടോസ്. ഓക്കെ അല്ലേ? അപ്പൊ ഒരാളെ പേരെന്താണ് ഗ്ലൂക്കോസ്, മറ്റേ ആളെ പേരെന്താണ് ഫ്രക്ടോസ്. ഫ്രൂട്ട്സിൽ നിന്ന് ഉണ്ടായതായോണ്ടാണ് അതിന്റെ പേരെന്ത് ഫ്രക്ടോസ്. നമ്മൾ മറ്റേ ഓടുമ്പോ മറ്റേ സാധനം പൊടിയൊക്കെ, അതാണ് എന്ത് ഗ്ലൂക്കോസ്. അപ്പൊ ഇത്രയും കിട്ടി. ഈ റിയാക്ഷൻ നമ്മളെ സഹായിക്കുന്ന ഒരു എന്തുണ്ട്, എൻസൈം ഉണ്ട്. അതിന്റെ പേരാണ് എന്ത്, ഇൻവെർട്ടേസ്. പരീക്ഷയ്ക്ക് ചോദിക്കും ഇൻവെർട്ടേസ്. അപ്പോ ദോശയൊക്കെ പുളിക്കാൻ സഹായിക്കുന്ന ഈസ്റ്റിനെ പോലെ ഇവിടെ സഹായിക്കുന്ന എൻസൈമിന്റെ പേരാണ് എന്ത്, ഇൻവെർട്ടേസ്. ഇനി നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരാളെ താഴേക്ക് എടുക്കുക. അപ്പൊ ഞാൻ ഇയാളെ താഴേക്ക് എടുത്തു, ഗ്ലൂക്കോസിനെ താഴേക്ക് എടുത്തു. അപ്പൊ എന്താ വരിക, C6H12O6. ഞാൻ അതില് വേറൊരു എൻസൈം ആഡ് ചെയ്ത് അതിന്റെ പേരാണ് എന്ത്, സയമേസ്. എന്താണ്, സയമേസ്. നിങ്ങൾക്കറിയാം നമ്മൾ ഈ മറ്റേ എന്താണ്, ഈ മറ്റേ മിയറും കുത്തിയൊക്കെ ഇങ്ങനെ ചെറുതായി പൊട്ടിക്കും, അല്ലെങ്കിൽ നമ്മളെ മറ്റേ ചെറുതായി പൊട്ടിക്കുമ്പോൾ ശബ്ദം വരില്ല. എന്താണ്, നമ്മളെ മറ്റേ 7up ഒക്കെ പൊട്ടിക്കുമ്പോൾ ശബ്ദം എന്താണ്, അതെന്താ, കാർബൺ ഡയോക്സൈഡ്. നിങ്ങൾ പറയുന്നുണ്ട്, ഞാൻ കേൾക്കുന്നുണ്ട്. ഇനി നമ്മളിവിടെ പഠിക്കുന്ന സാധനം എന്താ, നമുക്ക് എന്താ ഉണ്ടാക്കേണ്ടത്, എത്തനോളാണ്. അപ്പൊ ഞാൻ എത്തനോൾ എഴുതി CH3, പിന്നെയോ CH2OH. ഓക്കെ, അതിൽ ചെറുതായിട്ട് ഫ്രണ്ടിൽ എന്തിട്ട് കൊടുക്കുക, ടൂട്ട് കൊടുക്കുക, ഇവിടെ ഒരു ടൂട്ട് കൊടുക്കുക. പരിപാടി കഴിഞ്ഞു. ഇത് എത്രയേ ഉള്ളൂ. ഇതാണ് എന്ത്, എത്തനോളിന്റെ പ്രിപ്പറേഷൻ. അപ്പൊ ഒന്നുമില്ല, പഞ്ചസാര വെള്ളം ആഡ് ചെയ്യുക, അത് കൂട്ടുക, ബൈ 2 ചെയ്യുക, രണ്ട് സാധനം കിട്ടും. ഇത് ഗ്ലൂക്കോസ് ഫ്രക്ടോസ്, ഗ്ലൂക്കോസ് ഫ്രക്ടോസ്. അതിൽ ഗ്ലൂക്കോസിനെ ഇങ്ങോട്ടെടുത്തു. ഗ്ലൂക്കോസിൽ ഇപ്പൊ വേണമെങ്കിൽ താഴെ എഴുതാം. ഇനി അത് വിഷയാക്കണ്ട. അതാരാ, ഗ്ലൂക്കോസ്. ഇനി ആ ഗ്ലൂക്കോസിൽ നമ്മൾ എന്താ ആഡ് ചെയ്തു, സയമേസ് ആഡ് ചെയ്തു. എന്താ, കാർബൺ ഡയോക്സൈഡ്. നമ്മൾ എന്താ ഉണ്ടാക്കേണ്ടത്, എത്തനോള്. ആ എത്തനോൾ ഉണ്ടാക്കി, രണ്ടിടത്ത് 2 ഇട്ട് കൊടുത്തു. പരിപാടി കഴിഞ്ഞു. എത്തനോൾ നമ്മൾ ഉണ്ടാക്കി. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളൊരു ലൈനാണ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഒരു എത്തനോളിൽ അല്ലെങ്കിൽ നമ്മളൊരു ലിക്കറിൽ അല്ലെങ്കിൽ എത്തനോള് 8 തൊട്ട് 10% വരെയാണ് ഇതിന് എന്ത് പറയാം, വാഷ് എന്ന് പറയാം. 95.6% എത്തനോളാണെങ്കിൽ എന്ത് പറയാം, റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയാം. മലയാളം മീഡിയത്തിൽ തന്നെ പറയാം. ഇനി 100% എത്തനോൾ ഉണ്ടെങ്കിൽ, അപ്പോ ഒരു 100% എത്തനോൾ ഉണ്ടെങ്കിൽ കണ്ണും പൂട്ടി പറയാം, ഓന്റെ പേരെന്താ, അബ്സല്യൂട്ട് ആൽക്കഹോൾ. ഇനി ഇപ്പൊ നോക്കടാ, ഡീസലും പെട്രോളൊക്കെ തീരാൻ പോവാണ്. ഇനി ഭാവിയിൽ എത്തനോൾ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊക്കെ ന്യൂസ് കാണാം. നമ്മളെ പെട്രോളൊക്കെ ഇപ്പൊ ചെറുതായിട്ട് എത്തനോൾ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഈ പറയുന്ന എത്തനോള് 20%വും 80% പെട്രോൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒരു പേര് വിളിക്കും. അതിന്റെ പേരാണ് എന്ത്, പവർ ആൽക്കഹോൾ. 80% പെട്രോളും 20% അബ്സല്യൂട്ട് ആൽക്കഹോളും ഉണ്ടെങ്കിൽ അതിന്റെ പേരെന്താണ്, പവർ ആൽക്കഹോൾ. അപ്പൊ വാഷാണെങ്കിൽ 8 തൊട്ട് 10, റെക്ടിഫൈഡ് സ്പിരിറ്റ് ആണെങ്കിൽ 95.6. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ അടയാളപ്പെടുത്താം. 8 തൊട്ട് 10 വാഷാണ്, 8 തൊട്ട് 10 വാഷ്, 95.6 എന്താണ്, റെക്ടിഫൈഡ് സ്പിരിറ്റ് ആണ്. 100% ആണെങ്കിൽ എന്താണ്, അബ്സല്യൂട്ട് ആണ്. 20ഉം 80ഉം വന്നാൽ എന്താണ്, പവർ ആൽക്കഹോൾ ആണ്. ഓരോ ലൈനും ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു പ്രേമത്തിന്റെ കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കേടാ, അപ്പം നോക്കിക്കോ, ഇവിടെ ഒരു അനശ്വരമായ പ്രണയത്തിന്റെ കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവരും ജീവിതത്തിൽ ഒരു വട്ടം പ്രേമിക്കണം, തേപ്പ് കിട്ടണം, എന്നാലേ രസമുള്ളൂ. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഇവിടെ എഴുതാൻ പോകുന്ന ആള് നോയിക്കോ. ഞാന് ഇവിടെ എടുത്തത് ആസിഡാണ്, നിങ്ങൾക്ക് കണ്ടറിയാം. ഓക്കെ, ഞാൻ ഇവിടെ എടുത്തത് എന്താണ്, ആൽക്കഹോളാണ്. ഓക്കെ, ഞാൻ രണ്ടാളെയും ചേർത്ത് എഴുതി. ഓക്കെ, അങ്ങനെ ചേർത്ത് എഴുതി. ഈ റിയാക്ഷന് വേണ്ട കാറ്റലിസ്റ്റ് ആണ് എന്ത്, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. ഓക്കെ, ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്താ അവിടെ താഴേക്ക് ഇറക്കി എഴുതാണ്, CH3COOH പ്ലസ് ഞാനൊരു ആൽക്കഹോൾ എടുത്തു, OH CH2 CH3. ഇനി ഇവിടെ ചെറുതായിട്ട് പ്രേമം പൂക്കാൻ പോവാണ്. ഈ പറയുന്ന ആൽക്കഹോളിന്റെ OHും ആസിഡിന്റെ Hഉം, അതായത് ഈ പറയുന്ന
ആസിഡിന്റെ എച്ചും ആൽക്കഹോളിന്റെ OH തമ്മിൽ ഒരു പ്രേമം പൂത്തു. അപ്പോൾ നിങ്ങൾ നോക്ക്, എച്ചും OH ചേർന്നാൽ എന്ത് കിട്ടും? H2O പ്ലസ്. ബാക്കി എന്താ ഉള്ളത്? അങ്ങോട്ട് ചേർത്ത് എഴുതുക. ഇതിനെയും ഒറ്റപ്പെട്ടു പോയില്ലേ? ഇത് ഒറ്റപ്പെട്ടു പോയി, അങ്ങനെ യോജിപ്പിക്കണോ? അപ്പൊ എന്താ വരുക? നോക്കിക്കേ, CH3. അവിടെ ബാക്കിയുള്ളത് നോക്കി എഴുത്. COO. പിന്നെ ഇവിടെ എന്തുണ്ട് ബാക്കി? CH2 CH3. ഇതിന്റെ പേരാണ് എന്ത്? ഈഥൈൽ എത്തനോയേറ്റ്. എന്താണ്? ഈഥൈൽ എത്തനോയേറ്റ്. അങ്ങനെയാണെങ്കിൽ എന്റെ മക്കൾക്ക് ഒരു ചോദ്യമുണ്ട്. ഞാനിവിടെ 2 കാർബണുള്ള ആസിഡും 2 കാർബണുള്ള ആൽക്കഹോളും എടുത്തെങ്കിൽ ഇനി നിങ്ങൾ 4 കാർബണുള്ള ബ്യൂട്ടനോയിക് ആസിഡും അതേപോലെ ബ്യൂട്ടനോളും തമ്മിൽ ചേർത്താൽ ഏത് എസ്റ്ററാ കിട്ടുക കണ്ടെത്തണം. ഇതിനപ്പുറം ചോദിക്കൂലടാ. ഇനിയാണ് എന്റെ ബോക്സ് വരുന്നത്. എടാ, ഇത് ഒന്നും നിങ്ങൾ ചിന്തിക്കണ്ട. ഇവിടെ നമ്മൾ കുറച്ച് എസ്റ്റർ പഠിക്കാൻ പോവാ. ഇത് കഴിഞ്ഞ വട്ടം ഓണപരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ഇനി നമ്മൾ എസ്റ്റർ ആണ് പഠിക്കാൻ പോകുന്നത്. എസ്റ്റർ പഠിക്കുമ്പോൾ നമുക്കറിയാം, ആൽക്കഹോളും ആസിഡും ചേർന്നാണ് എന്ത് കിട്ടുക? എസ്റ്റർ കിട്ടുക. ഈ എസ്റ്ററിന്റെ പേരിടൽ നാമം നടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. നോക്കിക്കോടാ, ഇവിടെ എസ്റ്ററിന്റെ പേരിടുമ്പോൾ ആദ്യം നമ്മൾ ആൽക്കഹോളിന്റെ പേര് ചേർക്കണം. പിന്നെയാണ് ആസിഡിന്റെ പേര് ചേർക്കേണ്ടത്. നോക്കടാ, ഇവിടെ എന്റെ എസ്റ്റർ എന്താണ്? പോട്ടെ, ഇവിടെ എന്റെ ആൽക്കഹോൾ ആരാ? ഐസോമൈൽ. ഓക്കെ, അപ്പൊ എന്റെ ആൽക്കഹോൾ എന്താണ്? ഐസോമൈൽ. ഓക്കെ, ഇനി എന്റെ ആസിഡ് ആരാ? എത്തനോയിക് ആസിഡ്. ശ്രദ്ധിക്കണം, ഇതാണ് പ്രശ്നം. ഈ എത്തനോയിക് ആസിഡിന്റെ മറ്റൊരു പേരാണ് എന്ത്? അസറ്റിക് ആസിഡ്. നിങ്ങൾ സുർക്ക വീട്ടില് അടുക്കളയിൽ പോയി നോക്കിയാൽ അറിയാം, അസറ്റിക് ആസിഡ് ഉണ്ട്. അതിന് മറ്റൊരു പേരെന്താണ്? എത്തനോയിക് ആസിഡ്. അങ്ങനെയാണെങ്കിൽ എത്തനു പകരം നമുക്ക് എന്ത് ചേർക്കാം? അസറ്റിക് എന്ന് ചേർക്കാം. അങ്ങനെയാണെങ്കിൽ എസ്റ്റർ നമ്മൾ അവസാനിക്കുമ്പോൾ എന്ത് ചേർക്കണം? അസറ്റേറ്റ്. അപ്പോ ഒന്നെങ്കിൽ ഇതിന്റെ പേരെന്താണ്? ഐസോമൈൽ അസറ്റേറ്റ്, അല്ലെങ്കിൽ അതിന്റെ പേരെന്തിടാം? ഐസോമൈൽ എത്തനോയേറ്റ്. എന്താ? ഐസോമൈൽ എത്തനോയേറ്റ്. ഓക്കെ, അപ്പോ ഒന്നെങ്കിൽ അതിന്റെ പേരെന്താണ്? ഐസോമൈൽ അസറ്റേറ്റ്, അല്ലെങ്കിൽ ഐസോമൈൽ എത്തനോയേറ്റ്. ഇവിടെ നോക്കടാ, ഇവിടെ വന്ന എന്താ? നമ്മളെ ആൽക്കഹോൾ എന്താ? ബെൻസൈൽ. നമ്മളെ ആസിഡ് ആരാ? എത്തനോയിക് ആസിഡ്. അപ്പൊ എന്താ? ബെൻസോയിൽ എത്തനോയേറ്റ്. കണ്ടോ? പിന്നെന്താ? ഒക്ടൈൽ എത്തനോയിക് ആസിഡ്. അപ്പൊ എന്താ? ഒക്ടൈൽ എത്തനോയേറ്റ്. അപ്പൊ എസ്റ്റർ ആണെങ്കിൽ ലാസ്റ്റ് എങ്ങനെ നമ്മൾ അവസാനിക്കണം? OA. ഫസ്റ്റ് എന്ത് എഴുതണം? ആൽക്കഹോൾ എഴുതണം, പിന്നെയാണ് എന്ത്? ആസിഡ്. അപ്പോ ആൽക്കഹോൾ ഒക്ടൈൽ, ആസിഡ് ആരാ? എത്തനോയിക് ആസിഡ്. അപ്പൊ എന്താണ് പേര്? ഒക്ടൈൽ എത്തനോയേറ്റ്. ഇനി ഇവിടെ എന്താ? ഈഥൈലാണ് ആൽക്കഹോൾ, ആസിഡ് ആരാ? ബ്യൂട്ടനോയിക് ആസിഡ്. അപ്പോൾ ഈഥൈൽ ബ്യൂട്ടനോയേറ്റ്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇവിടെ ഒരു കോഡും കൂടി ഉണ്ട്, അത് നോക്കുക. അമ്മായി പഴം കൊണ്ടുവന്നു. എന്താണ്? അമ്മായി പഴം കൊണ്ടുവന്നു. ഓക്കെ, അപ്പൊ അമ്മായി പഴം കൊണ്ടുവന്നു. ഇനി മുന്ന ബെൻസിൽ. എന്താണ്? മുന്ന ബെൻസിൽ. പിന്നെയോ ഒക്ടൈല് എന്തായിരിക്കും? ആ പേര് തന്നെ ഉണ്ട്. എന്താണ്? ഓറഞ്ച്. അപ്പൊ ഞാൻ അതിനെ പഠിപ്പിച്ചെന്ന് പറഞ്ഞുതരാം. അമ്മായി പഴം കൊണ്ടുവന്നു. അമ്മായി എന്താ വരിക? അമൈൽ. എന്താണ്? അമൈൽ. പഴം എന്ന് പറഞ്ഞാൽ എന്താ? ബനാന. അമ്മായി പഴം കൊണ്ടുവന്നു. ഇനി എന്താ? മുന്ന ബെൻസിൽ. അപ്പൊ മുന്ന ബെൻസിൽ. മുന്നയുടെ ഇരട്ടപ്പേരാണ് എന്ത്? നിങ്ങളുടെ സ്കൂളിൽ മുന്ന ഉണ്ടെങ്കിൽ അതിന്റെ ഇരട്ടപ്പേര് എന്തായിരിക്കും? മുല്ല എന്നാണ്. മുല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ജാസ്മിൻ. എന്താണ്? ജാസ്മിൻ. അപ്പൊ ബെൻസോയിലിന് എന്താണ്? ജാസ്മിൻ. ഇനി
ഒക്ടൈൽ. അപ്പൊ എന്താണ്? ഓറഞ്ച്. രണ്ടാമടുത്തുണ്ട് ഓ ഉണ്ട്, ഓ. അപ്പോ അമ്മായി പഴം കൊണ്ടുവന്നു, മുന്ന പെൻസിൽ, ഓറഞ്ച് എന്താണ്? ഒക്ടൈൽ. ബാക്കിയുള്ളത് പിന്നുള്ള സാധനം. റെഡി? ഇനി നമ്മൾ ഇതാ മെഡിസിൻ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒന്നുമില്ല, ജസ്റ്റ് ഓർത്ത് വെക്കാനുള്ളൂ. നോക്കിക്കടാ, പാരസെറ്റാമോൾ. അപ്പൊ ആന്റി പൈരറ്റിക്. പി 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 ആലോചിക്കുക. അപ്പൊ ആ പാരസെറ്റമോൾ എന്തിനാണ്? ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് എന്താണ്? ആന്റിബയോട്ടിക്. എനിക്ക് കഫക്കെട്ട് വന്നു, അപ്പൊ ഞാൻ എടുക്കുന്ന മെഡിസിൻ എന്താണ്? പെനിസിലിനാണ്. അത് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലെ മൈക്രോ ഓർഗാനിസത്തിനെ കൊല്ലാൻ വേണ്ടിയാണ്. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ പുറത്തൊക്കെ നല്ല മൈക്രോ ഓർഗാനിസം ആണെങ്കിൽ കുറച്ച് പെനിസിൻ ഒഴിച്ചിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ എന്തിറക്കും? ഡെറ്റോൾ. അപ്പൊ ഡെറ്റോൾ എന്താ? ആന്റിസെപ്റ്റിക് ആണ്. നമ്മൾ മുറിയൊക്കെ ആവുമ്പോ ആക്കും. അപ്പൊ എന്താണ്? ആന്റിസെപ്റ്റിക് ആണ്. ഇനി എന്താണ്? അനാൾജസിസ്. ഇവിടെ വേദന, അവിടെ വേദന, എവിടെയും വേദനയാണ്. അപ്പൊ വേദന കുറയ്ക്കാൻ വേണ്ടിയാണ് എന്ത്? ആസ്പിരിൻ. അപ്പൊ ആന്റിപൈരറ്റിക്, പാരസെറ്റമോൾ, പി പി. ഡെറ്റോൾ ആന്റിസെപ്റ്റിക് മുറിയില്. പിന്നെന്താണ്? അനാൾജസിസ് പെയിന്. അതിന് എക്സാമ്പിൾ എന്താണ്? ആസ്പിരിൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിരിക്കണം. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ ഇതാ ഈ പറയുന്നത് ഒന്നും ഇപ്പൊ ശ്രദ്ധിക്കേണ്ട. ഞാൻ എന്താ ഇവിടെ ഒരു സാധനം വരച്ച് കാണിച്ചു തരാം. നോക്കിക്കോ. നമ്മൾ ഈ വരച്ച ഇതിന്റെ പേര് ഇപ്പൊ എല്ലാവരും പറയൂട്ടോ, എനിക്കറിയാം. ഇതിന്റെ പേരെന്താ? ബെൻസീനിന്റെ കുട്ടികൾ പറയും. ഈ ബെൻസീനില് നമ്മൾ എത്ര മൂല കണ്ടു? 6 മൂല കണ്ടു. അതിനു മുമ്പ് എടാ, നമ്മളുടെ ശത്രുവായിരിക്കും എന്ത്? പാര, അല്ലെ? അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പാരയായി കണ്ട ആളെ നമ്മൾ അടുത്ത് നിർത്തുവോ ദൂരെ നിർത്തുവോ? ദൂരെ നിർത്തും. അപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്ന കേട്ടോ, ഞാൻ ഇവിടെ നിൽക്കുക. അപ്പൊ എന്റെ പാര എവിടെ വരും? എന്താ? ഇവിടെ വരുമോ? ഇവിടെ വരുമോ? ഇവിടെ വരുമോ? ഇവിടെ വരുമോ? ഇല്ല. എന്റെ പാരയെ ഞാൻ ദൂരെയാണ് നിർത്തുക, ഞാൻ താല്പര്യപ്പെടുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോ ബെൻസീനില് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പൊ എന്റെ പാര എവിടെയാ? ഇവിടെ വരിക. സോ പാര എപ്പോഴും എവിടെ ഉണ്ടാവുക? ഓപ്പോസിറ്റ് ഉണ്ടാവുക. നമ്മൾ ഇവിടെ ഒരാളെ പഠിച്ചല്ലോ, ഇതെന്താ? പാരസെറ്റാമോൾ. അപ്പൊ പാരസെറ്റാമോളില് 2 പേരുണ്ടെങ്കിൽ ആ 2 പേര് അടുത്താണോ നിൽക്കുക? അല്ല, ഇതേപോലെ ദൂരെ ആയിരിക്കും, ഓപ്പോസിറ്റ് ആയി നിൽക്കുക. ഇനി നമുക്ക് സ്ട്രക്ചർ നോക്കാം. നോക്കടാ, പാരസെറ്റാമോളിന്റെ ഒരാൾ ഇവിടെയാണെങ്കിൽ അയാളെ പാര എവിടെയാ? ഇവിടെയാണ്. സോ നിങ്ങൾക്ക് 2 പേര് ബെൻസീൻ റിംഗിൽ ഓപ്പോസിറ്റ് ആയി നിൽക്കുകയാണെങ്കിൽ കണ്ണുമൂട്ടി പറയാം എന്താണ്? പാരസെറ്റമോൾ ആണ്. അപ്പൊ പാരസെറ്റമോൾ സെക്ഷൻ ഇവിടെ ആരും കാണാതെ പഠിക്കണ്ട. എപ്പോഴും എവിടെയായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. ഇനി ഓപ്പോസിറ്റ് അല്ലാതെ അടുത്തടുത്ത് നിന്നാൽ, നോക്കൂ, ഇവിടെയും ഇവിടെ നിന്നാൽ കണ്ണും പൂട്ടി പറയാം അതെന്താണ്? ആസ്പിരിൻ ആണ്. ആസ്പിരിൻ എന്തിന് എക്സാമ്പിൾ ആണ്? അനാൾജസിക്കിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഞാൻ ട്രിക്ക് പറഞ്ഞു, നിങ്ങൾ സ്ട്രക്ചർ ഒന്നും കാണാതെ പഠിക്കേണ്ട. പാര എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആണ്. അത് എന്തിന്റെ സ്ട്രക്ചർ ആണ്? പാരസെറ്റമോൾ ആണ്. പാര അല്ലെങ്കിൽ എന്താണ്? ആസ്പിരിൻ ആണ്. സോ താങ്ക് യു. എന്നെ ഇത്രയും സഹിച്ചതിന് താങ്ക് യു. ബട്ട് ഈ ചാപ്റ്റർ എന്താണ്? ടഫാണ്. പഠിച്ചാൽ എന്താണ്? ഈസിയാണ്. ഓണപരീക്ഷയ്ക്ക് പകുതിയോളം ചോദിക്കും. വെരി വെരി ഇമ്പോർട്ടന്റ്. എടാ